ഫിദയുടെ ആ ഇരിപ്പിടം ഇനി ഒഴിഞ്ഞു കിടക്കും. അവിടേക്ക് ഇനി ഫിദ വരില്ല. ഫിദ അവളുടെ ഉപ്പയും ഉമ്മയുമായിട്ട് മറ്റൊരു ഭവനത്തിൽ സുഖനിദ്രയിലാണ്. അവരുടെ ക്ലാസ് ടീച്ചർ ആരെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരികൾ ആരെന്നോ അറിയാതെ ഫിദ അവിടെ സുഖമായി കിടക്കുകയാണ്. അള്ളാഹു സ്വർഗത്തിന്റെ പരിമളം ആ ഖബറിലേക്ക് നിറച്ചു നിൽക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ +1 ക്ലാസ് തുടങ്ങണമല്ലോ. നമ്മുടെ മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പോവാൻ അവർ പുസ്തകങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ്, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ, ചെരുപ്പൊക്കെ. കഴിഞ്ഞ ദിവസം മലപ്പുറം മുട്ടിപ്പടിയിൽ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് ഓട്ടോയിലുണ്ടായിരുന്ന ഉമ്മയും ഉപ്പയും മകളും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. +1 അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അവൾ ആ ക്ലാസ് റൂമിലെത്തി അഡ്മിഷൻ എടുത്തുകൊണ്ട് അവളുടെ ഇരിപ്പിടം സ്വന്തമാക്കുന്നതിന് മുന്നേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പൊന്നുമോൾ ഫിദക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ ഫിദയോട് കൂടെ ഇടവും വലവും ഈ പള്ളിക്കാട്ടിൽ അവരുടെ ഉപ്പയും ഉമ്മയും ഉണ്ട്. എത്ര പെട്ടെന്നാണ് അവരൊരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് മാറിയത്. സുഖനിദ്രയിലാണ് അവർ ഇവിടെയുള്ളത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ച റബ്ബേ, ഈ കുടുംബത്തിനെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി നൽകിക്കൊണ്ട് നീ സ്വീകരിക്കണേ എന്ന്. അതുപോലെ തന്നെ അവരുടെ അഹലുകാർക്ക് ക്ഷമ നൽകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഫിദമോൾ വീട്ടിൽ നിന്ന് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഇറങ്ങിയത്. അവൾക്ക് പഠിക്കണം, പഠിച്ച് വലുതാകണം, അങ്ങനെ ഒരു നല്ല സ്ഥാനത്തെത്തി ഉന്നതമായ ജോലികളൊക്കെ നമ്മുടെ മക്കളെ പോലെ തന്നെ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് സുഖമായിട്ട് ദാമ്പത്യത്തോടൊക്കെ കൂടി ജീവിക്കണം. ഒരുപാട് നന്മകൾ നാടിനും വീടിനും ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ആ പൊന്നുമോൾ നമ്മളിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അവർ അറിയുന്നില്ല ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത് എന്ന്. ആരോടും ഒരു യാത്ര പറയുവാനോ ഒരു സമ്മതം ചോദിക്കുവാനോ സമയം കിട്ടാതെയാണ് ആ ഉപ്പയും ഉമ്മയും കൂടെ അവരുടെ പൊന്നുമകളും ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത്. ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. എപ്പോ എവിടെ വെച്ച് എങ്ങനെ ആർക്കും ഒരു പിടിയുമില്ല. ആകെ കുറച്ചുള്ള ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതത്തിൽ ദുഃഖിച്ചും സങ്കടപ്പെട്ടും പരസ്പരം കൊമ്പുകോർത്തും ജീവിക്കാതെ സ്നേഹങ്ങൾ കൈമാറുവാനും മറ്റുള്ളവർക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കുവാനും ആയിരങ്ങൾക്ക് തണലായി ജീവിക്കുവാനും കഴിഞ്ഞവർക്ക് ശാന്തിയുടെ ഭവനത്തിൽ സുഖമായിട്ട് നിദ്രയിൽ ലയിക്കാം. മരണസമയം യാതൊരു വേചാറുമില്ലാതെ അവനെ സൃഷ്ടിച്ചു പരിപാലിച്ച ദൈവത്തിലേക്ക് സുഖമായി യാത്ര പോകാം. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ മരണങ്ങളും നമുക്ക് പാഠം നൽകുന്നത് ഇതിനൊന്നും ഒരു സമയമോ അല്ലെങ്കിൽ പ്രത്യേക ഡേറ്റോ ഇല്ല എന്നുള്ളതാണ്. എത്രയോ ആളുകൾ പ്രായമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് നീങ്ങിക്കിട്ടിയാൽ മതിയെന്ന് സ്വയം ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇനിയില്ല. പക്ഷേ സമയമാവാതെ അവർ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങില്ല. അതുപോലെ തന്നെ എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര തന്നെ സൗന്ദര്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും സമയമായി കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് നീങ്ങും. ആ ഒരു കുറച്ച് സമയത്തെ ജീവിതമാണ് നമുക്കുള്ളത്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വാർത്തകളും കാണുന്ന സമയത്ത് പരസ്പരം സ്നേഹവും ഐക്യവും നമുക്ക് മുന്നിലുണ്ട് എങ്കിൽ ആരോടും പകയില്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് യാത്രയാകാം. നമ്മൾ പലരും പല ജോലി ചെയ്യുന്നവരാണ്, പല മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ ഈ കുടുംബ ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തെറ്റി നിൽക്കുന്നവര്, അകന്ന് നിൽക്കുന്നവര്, മാസങ്ങളായി വർഷങ്ങളായി മിണ്ടാതെ നിൽക്കുന്നവര്, അവരൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ മരണങ്ങൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ പാഠമാക്കേണ്ടതുണ്ട്. പരസ്പരം പൊരുത്തപ്പെടിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ആ പൊന്നുമോൾ ഫിദയുടെ ആഗ്രഹങ്ങളൊക്കെ എന്തു തന്നെയാണെങ്കിലും ഈ ദുനിയാവിനേക്കാൾ അതിമഹത്തരമായിട്ട് നാളെ സ്വർഗത്തിൽ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ മയ്യത്ത് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാറ്. അള്ളാഹു ഇവിടത്തിനേക്കാൾ നല്ലൊരു അഹിലിനി അവിടെ കൊടുക്ക്, അല്ലേ?
നല്ലൊരു ഭവനം അവിടെ നീ കൊടുക്ക്, ഒക്കെ ഇവിടത്തേക്കാൾ ഏറ്റവും നല്ലതായിട്ട് അവിടെ കൊടുക്കുക എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുവാനേ നമുക്ക് കഴിയൂ. എന്താണെങ്കിലും അള്ളാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിലെ മക്കള് നാളെ സ്കൂളിലേക്ക് പോകുവാണ്. ആ മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അവരുടെ പഠനവും അതുപോലെ തന്നെ അവരുടെ യാത്രകളും എല്ലാം അള്ളാഹു സ്വീകരിക്കാൻ കാവലുള്ളതാകാൻ നമുക്ക് ആ പ്രാർത്ഥനയല്ലാതെ എത്ര തന്നെ സെക്യൂരിറ്റിയെ വെച്ചാലും, ഏത് സ്കൂള് വണ്ടിയിൽ നമ്മൾ പറഞ്ഞയച്ചാലും, എങ്ങനെ പറഞ്ഞയച്ചാലും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സൂക്ഷിക്കുക. അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഫിദയുടെ ഉമ്മക്കും ഉപ്പക്കുമൊക്കെ ആ കുട്ടിയോട് കൂടെ ആ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമത്തിൽ കിടക്കുന്ന സമയത്ത് അവരുടെ ഖബറിലേക്ക് പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ പരിമളം നിറച്ച് അള്ളാഹു അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകി അലങ്കരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടി തൽക്കാലം വിട പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.